2022 ഒക്ടോബർ 24 വിഷം ഉള്ളിൽ ചെന്ന 22കാരൻ മരിച്ച വിവരം കേട്ട് കേരളം ഉറങ്ങിയപ്പോൾ പിറ്റേന്ന് പുറത്തു വന്നത് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അതിസാമർഥ്യമായി നടത്തിയ ഒരു കൊടും കൊലപാതക കഥ കൂടിയായിരുന്നു. മരണക്കിടക്കയിലും തന്റെ പ്രണയിനിയെ തള്ളിപ്പറയാൻ ശ്രമിക്കാത്ത ഷാരോൺ എന്ന 22കാരന്റെ ഗ്രീഷ്മ എന്ന കൊടും ക്രിമിനൽ ഉണ്ടാകുന്നതും അവിടെ നിന്ന് തന്നെ. പുതിയ ബന്ധം കിട്ടിയപ്പോൾ ജീവന തുല്യം സ്നേഹിച്ച തന്റെ കാമുകനെ ഒഴിവാക്കണമെന്ന് 10 മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചുറപ്പിച്ച കൊടും കൊലപാതകം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ ക്ഷണിച്ചു വരുത്തിയത്. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിനും തെളിവില്ലായിരുന്നു. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നായിരുന്നു ഷാരോൺ ആഗ്രഹിച്ചത്. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ഗ്രീഷ്മ ശ്രമിച്ചു. പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്ക്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച് ശിക്ഷ വിധിക്കുമ്പോൾ ഗ്രീഷ്മ നിർവികാരയായിരുന്നു. പ്രകോപനമില്ലാതെയായിരുന്നു കൊലപാതകം. കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷ ഇളവ് നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം കേസിനെ വഴിതിരിച്ചുവിടാനും ശ്രമിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു ഗ്രീഷ്മ. ജ്യൂസ് ചാലഞ്ച് നടത്തിയത് അതിന് തെളിവാണ്. നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകളുണ്ട്. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്താനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമായിരിക്കും. ഇതിനായി കേസ് രേഖകളെല്ലാം ഹൈക്കോടതിക്ക് കൈമാറാനും കോടതി ഉത്തരവിട്ടു. ഗ്രീഷ്മയും ഷാരോണും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഷാരോണിന് കീടനാശിനി കലർത്തിയ കഷായം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:35 മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ തുടർച്ചയായി നിർബന്ധിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. 13 രാത്രി 1 മണിക്കൂർ 7 മിനിറ്റ് ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. 14 രാവിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഫോണിലൂടെയും ചാറ്റിലൂടെയും പലതവണ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ പോയതെന്നാണ് ഷാരോൺ ബന്ധുവിനോട് പറഞ്ഞത്. വധശിക്ഷ ലഭിച്ചതോടെ കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതു റെക്കോർഡാണ് ഗ്രീഷ്മ സൃഷ്ടിച്ചത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. നിലവിൽ ഒരു സ്ത്രീ മാത്രമായിരുന്നു കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞത്. ശിക്ഷ വിധിച്ചതോടെ ഗ്രീഷ്മ ആ കൂട്ടത്തിലെ 2ാം സ്ഥാനക്കാരിയായി മാറി. വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ 1ാം പ്രതി റഫീഖ ബീവിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തുകഴിയുന്ന ഏക സ്ത്രീ. 1 വർഷം മുൻപ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത്. അതേ കോടതിയും അതേ ജഡ്ജുമാണ് ഷാരോൺ കേസും പരിഗണിച്ചതെന്നും പ്രത്യേകതയാണ്. ഇതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന റെക്കോർഡ് കൂടി ഗ്രീഷ്മയുടെ പേരിൽ എഴുതപ്പെടുകയാണ്.